അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ വൈകിട്ട് കെട്ടിയ ചൂണ്ട നമ്മൾ രാവിലെ നോക്കാൻ പോവാണ്. ഇന്നലെ നമ്മൾ ധൃതി പിടിച്ചാണ് ചൂണ്ട കെട്ടിയത്. കാരണം ഇന്നലെ മഴ പെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. മഴയ്ക്ക് മുന്നേ ചൂണ്ട കെട്ടേണ്ടതുണ്ടായിരുന്നു. ഇവിടെ മഴ പെയ്താൽ ചിലപ്പോൾ നല്ല കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ധൃതിവശ ചൂണ്ട കെട്ടിയത്. അപ്പോൾ നമ്മളത് രാവിലെ പൊക്കാൻ പോവാം. പക്കാക്കാർ ചൂണ്ടയുടെ മേളിലാണ്. അവിടെ പക്കാവാരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അവരുടെ നേരത്തൊന്നും കൊള്ളാനാണ്. ചൂണ്ടക്കുറ്റി ഇന്ന് വിറയ്ക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ? തണുപ്പ് പോലും ഇല്ലെന്ന് വേണം പറയാം. ഇതൊരു പേരല്ല, ഇതാ കാടൊന്ന് പൊളിച്ചളഞ്ഞിട്ട് അലപ്പൊരിയല്ലോ. അങ്ങോട്ട് വലിക്കും കുത്തല വേണ്ട. ഞാനൊക്കെ ഈ ഉപ്പുരൂറ് എടുത്തായിരുന്നു നമ്മൾ. ഇല്ലെന്ന് കുഴപ്പമില്ല. ഒരു സൈഡിൽ നടത്തിയിരുന്നു, ഉള്ളി മെലിഞ്ഞിട്ടില്ല. തുടക്കം നല്ലതാണ്. ചിലപ്പോൾ ഇത് മാത്രമേ കാണുള്ളൂ. എന്തോട്ടോ മഞ്ഞപ്പൂരി കുത്തു പോലെ കല്ല് പുറത്തോട്ട് വലിക്കടാ. വാഴയുടെ ലക്ഷണമാണ്. അല്ല ഇതാ വലഞ്ഞില് പിഴി കിടക്കണോ കോരി എടുക്കണം? പിഴി കിടക്കും അല്ലേ മോനെ. ഇല്ലാണ പോയില്ല, അതാണ് പോയി. യോഗയില്ല മണിയെ ചൂണ്ട പൊട്ടിപ്പോയതാ. പഴയ നൂലല്ലേടാ, ഇതെല്ലാം മാറേണ്ട സമയം. ഇതൊരു ഓർമ്മപ്പെടുത്തല. പോയതോട്ടെ. എന്നാ ചേട്ടാ വല്ലതും ഉണ്ടോ? വല്ലതും ഉണ്ടോ?
ചൂണ്ട പൊട്ടിയല്ലോ. നൂല് മാറണോ? നൂല് മാറണം. ഇത്ര നാളായി ചൂണ്ടയല്ലേ? നഷ്ടമാണല്ലോ ഇത് മൊത്തം. നമ്മൾ ചൂണ്ട മൊത്തം പൊക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് നല്ല നഷ്ടം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നേരെ കണ്ട ഒരു വലഞ്ഞിൽ നമ്മുടെ ചൂണ്ടയിൽ നിന്ന് നൂല് പൊട്ടിപ്പോയി. വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ട ഒരെണ്ണം പൊട്ടി ബ്രേക്ക് ആയിരിക്കുകയായിരുന്നു. ഇതുണ്ട്, പൊട്ടിപ്പോയിരിക്കുകയായിരുന്നു. നല്ല മീനടിച്ചാന്ന് എനിക്ക് തോന്നുന്നു, ഇല്ല ഇങ്ങനെ പൊട്ടിപ്പോകത്തില്ല. അതിൻ്റെ വേറൊരു കാര്യം കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ട ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ വർഷം സീസണിലുണ്ടാക്കിയ ചൂണ്ടയാണ്. അതിൻ്റെ അർത്ഥം ഇതൊരു നമ്മളെ ഓർമ്മിപ്പിക്കലാണ്. ചൂണ്ട മാറണം, നൂല് മാറണം, ഇല്ലെങ്കിൽ മീനടിച്ചാൽ കിട്ടത്തില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഓട്ടറച്ചോ പണിവാളി, ഒരു വലഞ്ഞിലുണ്ടായിരുന്ന പൊട്ടിപ്പോയി. ഇവിടെ ഒരു ചൂണ്ട പൊട്ടിക്കിടക്കുമായിരുന്നു. നൂലേന്ന് ഇടയ്ക്കൊന്ന് ബ്രേക്കായി പോയി. എന്നാ മോട്ടറച്ച ഏതായാലും ചൂണ്ടയിലൊന്നും മീനൊന്നും കിട്ടിയില്ല. എന്നാ കൂട്ടി മീൻ കിടപ്പുണ്ടോ? കൂരിയോ? അങ്ങനാണ് ഇറങ്ങി പൊക്കുവോ? കറി നടക്കുവോ? അയ്യോ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മോട്ടറച്ചൻ പറയുന്നത് കൂട്ടി മീൻ കിടപ്പുണ്ടെന്ന്. നമുക്ക് കഴിഞ്ഞ ദിവസം അച്ചാച്ചന് ഇവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂണ്ടയുടെ അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എണ്ണ വെക്കണ്ടായിരുന്നല്ലോ. മുങ്ങണ്ടല്ലോ അല്ലേ? മുങ്ങണ്ടോ മോട്ടറച്ചൻ? രണ്ടു കൂടും. ചൂണ്ട വെച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ എൻ്റെ കൂട് പൊക്കി കറി വെക്കാനുള്ള പദ്ധതിയാണ്. കൂരിയാണ് ചട്ടത്തല്ലേ? എൻ്റെ കൂടിനകത്ത് കൂരി കയറി കാണും. അവർക്ക് കറി വെക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് എൻ്റെ കൂട് പൊക്കി കൂരിയെടുക്കുക. അതിന് പട്ടേക്കുറ നൂല് കൊള്ളുകയല്ലേ? അത് പറഞ്ഞ് തൊട്ടറിന പൊട്ടിപ്പൊറിഞ്ഞു. ഇത് നിർത്താം. ഞാനിപ്പോൾ വയം പറ്റും. അക്കരെ ഏത് വെള്ളത്തിൽ ഇറങ്ങില്ലേ അക്കരെ കൂടെ പോകും അല്ലേ? ഓരോ കൂടെയുള്ളോ? ചെറിയ കൂട് കൊടുക്കും. ഇതുപോലെ ചെറിയ കൂട് കൊടുക്കും. ഇതിൻ്റെ പട്ടയ്ക്കോ? ഇവിടെ ഇത് എത്ര കുതിച്ചു കയറിയില്ലെങ്കിൽ അല്ല വീട്ടിൽ പോകണം. എരിമുളകുണ്ട് ബ്രേക്കുള്ള ഞങ്ങളുടെ.
തണുപ്പ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചൂണ്ട വെച്ച് മീൻ കിട്ടിയില്ല. അപ്പോഴാണ് മോട്ടറച്ചൻ പറഞ്ഞത് അവിടെ കൂട്ടുമീൻ കിടപ്പുണ്ടായിരുന്നത്. അച്ചാച്ചൻ അവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല. അച്ചാച്ചൻ അപ്പോൾ പറയുകയും ചെയ്ത് അച്ചാച്ചൻ അപ്പം ഈ ഇക്കര മോട്ടറിൻ്റെ അവിടെ 2 കൂട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതും കൂടെ പൊക്കാൻ വന്നു. കുറച്ച് പള്ളത്തെയും കിട്ടി, കറിക്കുള്ള ചട്ടിത്തലയും കൂടി കിട്ടി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതിനകത്ത് ചെറിയ ചട്ടിത്തലയും കൂരി എടുത്ത് നമ്മൾ വാളയ്ക്ക് ചൂണ്ട കിട്ടും. വലിയ കൂരി അധികം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കറിക്കെടുക്കും. അധികമുള്ള അവസരത്തിലാണെങ്കിൽ നമ്മളത് വിൽക്കുകയും ചെയ്യും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ചാനലാദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവേത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.